അറിയാൻ കുറച്ച് വൈകിപ്പോയി. നമ്മുടെ കോഴിക്കോട് ഇത്രയും നല്ല വെജ് കിട്ടുന്ന ഒരു സ്പോട്ട്. ഹായ് ഫ്രണ്ട്സ്, കർണാടകയിലൊക്കെ കിട്ടുന്ന വെജ് ഐറ്റംസിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കർണാടക വരെ പോകേണ്ട ആവശ്യമില്ല. അതിനായിട്ട് നമ്മുടെ കാലിക്കറ്റ് ഇപ്പോൾ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. കേരളത്തിലും കർണാടകയിലുള്ള എല്ലാവിധ വെജ് ഐറ്റംസുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലേ? സോ കമാൺ ഗൈസ്. ഈ കാണുന്നതാണ് ലെമൺ ബട്ടർ ബട്ടൻ ഇഡ്ഡലി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റ് ഇഡ്ഡലി, അതും ആ സാമ്പാറിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഈ കാണുന്നതാണ് മാംഗ്ലൂർ ബൺ. കാണുമ്പോൾ ഒരു ബണ്ണ് രൂപത്തിലാണെങ്കിലും വളരെ സോഫ്റ്റ് ആണ്, അതിലുപരി നല്ല സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റും കൂടിയാണ്. സംഭവം നൈസാ. ബാംഗ്ലൂരിലൊക്കെ ഫേമസ് ആയ രാമേശ്വരം കഫേയിലൊക്കെ കിട്ടുന്ന ഗീപ്പൊടി തട്ട് ഇഡ്ഡലി ഇവിടെയും നിങ്ങൾക്ക് സെയിം ടേസ്റ്റോട് കൂടി തന്നെ കിട്ടും കേട്ടോ. ഈ കാണുന്നതാണ് നീർദോശ. നീർദോശ കഴിച്ചവർക്കറിയാം അതിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നമ്മുടെ കോഴിക്കോട് നീർദോശ വേറെ എവിടെയും കിട്ടുള്ളൂ എനിക്കറിയില്ല. എന്നിരുന്നാലും നിങ്ങൾ ഇവിടെ വന്ന ഈ ഒരു നീർദോശ മസ്റ്റ് ട്രൈ ആണ് മക്കളെ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് പനിയാറം. ഈ കാണുന്ന 3 ചട്ടിനിൽ അങ്ങോട്ട് മിക്സ് ആക്കി കഴിക്കണം. സംഭവം സെറ്റാണ്. എനിക്ക് ഒരു ഉണ്ണിയപ്പത്തിന്റെ സാമ്യമൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ഓപ്പൺ ബട്ടർ മസാല ദോശയും കൂടി അടിച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിട്ടോ. ഇവിടുത്തെ ഓരോ ഐറ്റംസുകളും ഓരോന്നിനെ വെല്ലുന്ന രീതിയിലാണ് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളിലൊക്കെ ഇവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പം തന്നെ വീഡിയോ സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം മറക്കണ്ട. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി ആംബിയൻസോട് കൂടി നല്ല ഫുഡ് കഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ദാ ഇങ്ങോട്ട് പോരി. അപ്പൊ ഈ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ നിന്നും കോടതി ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു എസ് വളവ് കാണാം. അതിന്റെ സെൻട്രലായിട്ട് വരുന്ന ഗ്രാൻഡ് ഉപഹാരമാണ്. അപ്പൊ വീഡിയോ സേവ് ചെയ്തൊക്കെ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.